തീർച്ചയായിട്ടും അമല, അതേപോലെ തന്നെ പലയിടങ്ങളിലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും തെരുവുനായ ശല്യം പലയിടങ്ങളിലും രൂക്ഷമാണ്. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യണം, ഒരു തെരുവുനായ കടിച്ചാൽ എന്ത് ചെയ്യണം, എന്താണ് അതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അമൽ. അപ്പോൾ പൊതുവായി ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേവിഷബാധ ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരുവുനായകളുടെ ശല്യം ഒഴിവാക്കാനായി ആളുകൾ എന്ത് ചെയ്യണം, അതായത് ആരെ ബന്ധപ്പെടണം എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഒരു ധാരണയും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? സംസ്ഥാനത്തെ തെരുവുനായ ശല്യം അങ്ങേയറ്റം രൂക്ഷമായി തുടരുകയാണ്. ആ വിഷയത്തിൽ പരിഹാരമൊന്നുമില്ല. ഒരുപക്ഷെ മാതൃഭൂമി ന്യൂസിൽ നൽകിയിട്ടുള്ള വാർത്താ പരമ്പരകൾ മാത്രം, നമ്മളൊക്കെ ഇടപെട്ട് ചെയ്ത വാർത്താ പരമ്പരകൾ മാത്രം 4-5 വരും. എനിക്ക് മുന്നേ വന്നു പോയ ആളുകൾ ചെയ്തത് അതിലും കൂടുതലുണ്ടാകും. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ നിരന്തരമായി ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നം പരിഹരിക്കാനായി ABC സെന്ററുകൾ തുടങ്ങും, ABC സെന്ററുകളുടെ പ്രവർത്തനം വിപുലീകരിക്കും എന്നൊക്കെയുള്ള പ്രസ്താവന നിരന്തരമായി നടത്തുന്നുണ്ട് തദ്ദേശ വകുപ്പ് മന്ത്രിയൊക്കെ. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരത്തെ ഈ പറയുന്ന ABC സെന്ററിന്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ പോയി നോക്കിയാൽ പോലും പരിതാപകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നിരന്തരമായി ഇങ്ങനെ കടിയേൽക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലേക്കൊക്കെ ഇറങ്ങിയാൽ മതിയാകും, ഈ കുഞ്ഞ് ചികിത്സയിൽ കഴിഞ്ഞ് SAT ആശുപത്രിയുടെ മുന്നിൽ പോയി പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അവിടെ പോലും തെരുവുനായ്ക്കളാണ്. അവിടെ വരുന്ന രോഗികൾക്കിടയിലൂടെ ഇങ്ങനെ നായ്ക്കൾ അഴിഞ്ഞാടി നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ തിരുവനന്തപുരം നഗരത്തിലടക്കം തലസ്ഥാനത്തടക്കമുണ്ട്. ഈ മന്ത്രിമാരും MLA-മാരും ഒക്കെ വന്നു പോകുന്ന നിയമസഭയിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ അവിടെ ചേരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഉണ്ട് ഈ പ്രതിസന്ധി എന്നുള്ള കാര്യം. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ABC സെന്റർ തുടങ്ങി നല്ല പദ്ധതിയായിരുന്നു. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. മാത്രമല്ല, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സ്കൂളുകൾ തുറക്കാനുള്ളത്. ഈ കുഞ്ഞുങ്ങളൊക്കെ, വീട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകാനായി റോഡിലേക്ക് ഇറങ്ങും. ആ സമയത്തൊക്കെ ഈ പ്രതിസന്ധി തുടർന്നിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ എന്ത് ഇടപെടൽ സർക്കാർ നടത്തുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എന്തായാലും സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ ഒരു 50% പോലും വിജയം കണ്ടിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അമൽ, എന്തായാലും വലിയ ആശങ്കയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അമൽ, അതേപോലെ തന്നെ ഈ കുട്ടിയുടെ പാരന്റ്സിന് അവർക്ക് എന്തെങ്കിലും പരാതിയും മറ്റും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കാരണം ഈ കുട്ടിക്ക് വാക്സിൻ എടുത്തതാണ്, അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ മറ്റ് പത്തനംതിട്ടയിലെ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്തും സമാനമായ സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഈ കുട്ടിയും മരണപ്പെട്ടിരിക്കുകയാണ്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ? നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ കുടുംബത്തോട് സംസാരിച്ചത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്താണ്, കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷം പിന്നീട് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ആ കുഞ്ഞിന്റെ മരണവാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കുഞ്ഞിന് തിരുവനായുടെ കടിയേറ്റു എന്ന വാർത്ത വന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ഈ കുഞ്ഞിനെ ആദ്യം കൊണ്ടുപോകുന്നത്. അത് ഈ കടിയേറ്റ് 11:30-ക്കും 12-നും ഇടയിൽ തിരുവനായുടെ കടിയേറ്റു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതിനുശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ച് ആദ്യ ഡോസ് വാക്സിൻ നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃത്യമായി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ കുഞ്ഞിന് പ്രതിരോധ വാക്സിൻ നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള യാതൊരുവിധ വീഴ്ചയും ചികിത്സയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരാതി വല്ലതും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകിയതായിട്ടുള്ള വിവരം നിലവിലില്ല. ഇത്തരമൊരു വിഷയം ഉണ്ടായതിനാൽ കുഞ്ഞിന്റെ മരണം കൂടി സംഭവിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അവർ അങ്ങനെ പോയിരിക്കാൻ പോയി. ഇത് ആ കുഞ്ഞിന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ അങ്ങേയറ്റം ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവരെ സഹായിക്കാൻ പോലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടേക്ക് എത്തുന്നത്. ഒരു പാവപ്പെട്ട അമ്മ ആ കുഞ്ഞിന്റെ കാര്യം നോക്കി ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ച നിലയ്ക്ക് എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ വാക്സിൻ എടുത്ത ശേഷവും മരണം സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന വേണം. ഇത് അവർ പരാതി നൽകിയില്ല എങ്കിൽ കൂടി ആരോഗ്യവകുപ്പ് സ്വമേധയാ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും അതും അവസാന ഡോസ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പോലും ആ മരണം സംഭവിക്കുമ്പോൾ
ഈ വാക്സിന്റെ വിശ്വാസ്യതയെ പോലും അവർ ചോദ്യം ചെയ്യുകയാണ് ആ വീട്ടുകാരൊക്കെ. അപ്പോൾ അതിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന് അടക്കമുള്ളതാണ് പത്തനംതിട്ടയിലെ വീട്ടുകാരുടെ ആവശ്യം. അപ്പോൾ തുടർച്ചയായി മരണം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പരാതിയില്ല എങ്കിൽ കൂടി പരിശോധന നടത്താൻ ആരോഗ്യ സംവിധാനം തയ്യാറാകും, ആരോഗ്യവകുപ്പ് തയ്യാറാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജയലക്ഷ്മി. ശരി അമൽ, എന്തായാലും രാവിലെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. SCTയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരണപ്പെട്ടിരിക്കുകയാണ്. ഈ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങളാണ്. വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ മരണം സംഭവിക്കുന്നു എന്നുള്ളത് സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിനായിട്ട് എന്തൊക്കെ നടപടികൾ ഇനി ചെയ്യും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഈ കുട്ടിക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇനി ഇത്തരം മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന കാലമാണ്, ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് നടപടികൾ എടുത്തേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.